കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഭയങ്കര. അല്ലെ, നമ്മൾ പേഴ്സണലി ചിലർ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ അതൊന്നും എന്നെ കേൾപ്പിക്കില്ല കേട്ടോ. കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളെ ഇത് വളരെ സന്തോഷമുള്ള, അവരുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രേക്ഷകരുമായിട്ട് അവർ പങ്കുവെക്കാണ് കേട്ടോ. അവർ കണ്ണിൽ നിന്നും വരുന്ന ശ്രീകുട്ടി, അതിനൊരു പേര് തോന്നുന്നു, അതെ. അപ്പോൾ ആളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരൊന്നും കാര്യമാക്കണ്ട, സന്തോഷ കണ്ണീരായിരിക്കാം. ഇത് റീ എൻട്രി സമയത്ത് അഭിലാഷ് വീടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെവിനോടും ബാക്കിയുള്ളവരോടൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കേട്ടായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തില്ല. കാരണം അവർ ഭയങ്കര സീക്രട്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നി. 3 മാസം കഴിഞ്ഞിട്ട് പുറത്ത് പറയുള്ളൂ, അങ്ങനെ എന്തോ അഭിലാഷ് പറയുന്ന പോലെ എനിക്ക് കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ആ സമയത്ത് ചെയ്യുന്നത്. കാരണം അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു വളരെ സന്തോഷം, വളരെ വർഷത്തെ കാത്തിരിപ്പാണ്. അത് നമ്മൾ പബ്ലിസിറ്റി കൊടുത്ത് പറയണ്ടല്ലോ, അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി അച്ഛനാകാൻ പോകുന്നൊരു സന്തോഷം നമ്മൾ പ്രേക്ഷകരോട് പറയാണ്. അത് നേരത്തെ അറിഞ്ഞു, 3 മാസം മുമ്പ് അറിഞ്ഞ, 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഇവർ തുറന്നു പറയുന്നത്. അറിയത്തില്ല. ഒരുപാട് സന്തോഷമായി. എല്ലാവരും ഹാപ്പി ആവട്ടെ. എല്ലാവരും നമ്മളെയും അമ്മമാരുണ്ട് വിഷമം പറയുന്നത്. പ്രാർത്ഥന ഉണ്ടാവും. 3 മാസം കഴിഞ്ഞ് അതുവരെ ഞങ്ങൾ പോലെ കൊണ്ട് നടക്കാം. ഇതൊരു പക്ഷേ ഇത്രയ്ക്ക് വലിയ കാര്യമാണോ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചത് ഭയങ്കര വലിയ കാര്യം. ഇതുപോലെ അമ്മയാവാൻ ആഗ്രഹിക്കുന്ന, ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് അവർ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ശ്രീകുട്ടിയുടെ ആ ഒരു കണ്ണീര് എന്താണെന്നുള്ളത് മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഇതുപോലെ അമ്മയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ജാസി. അപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ഇമോഷൻ എന്താണെന്ന് അത്രത്തോളം മനസ്സിലായെന്ന് വരില്ല. അത് ചുമ്മാ നമ്മളൊക്കെ പറ്റിച്ച് എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ കോപ്രായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ കാത്തിരുന്ന് ആഗ്രഹിച്ച് അമ്മയാകണം എന്ന് മനസ്സുകൊണ്ട് അത്രയും 7 വർഷത്തെ കാത്തിരിപ്പാണെന്നാണ് അവർ പറയുന്നത്. അത്രയും വർഷത്തെ കാത്തിരിപ്പ്, അവർ അമ്മയാകാൻ പോകുന്നതിൻ്റെ ആ സന്തോഷമാണ് ആ രണ്ടാളുടെയും കണ്ണിലും മുഖത്തും കണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു അമ്മയും അച്ഛനും ആവാൻ പോകുന്ന ഒരു കപ്പിളിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതേപോലെ വയറ്റിൽ പാവാടയോ തലോണയോ എന്തെങ്കിലുമൊക്കെ കെട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് റീൽസ് എടുത്ത് നമ്മൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കി ഒരു തരത്തിലുള്ള ഇമോഷൻസും നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല. നമ്മളെന്തോ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ സർജറിയൊക്കെ ചെയ്തു എന്ന് പറയുന്നു, പിന്നെ പറയുന്നു ദത്തെടുക്കാൻ പോകുമെന്ന് പറയുന്നു, പിന്നെ പറയണു എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് കുട്ടികളെ. അതൊക്കെ എന്തെങ്കിലും നടക്കട്ടെ. എന്തായാലും ഈ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് അധികം നാൾ മൂടി വയ്ക്കാൻ പറ്റില്ല, എപ്പോഴായാലും പുറത്തു വരും. കൂടി വന്ന് 9 മാസം അല്ലെങ്കിൽ 10 മാസം, അതിൽ കൂടുതലൊന്നും അടച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാസിയുടെ കാര്യം വരുന്നപ്പോൾ എന്തൊക്കെയോ തിരുത്തി പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അതെന്ത് നടന്നോട്ടെ, അവരൊക്കെ ഇവരെ കണ്ടുപഠിക്കുക. ഒരമ്മയാവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന അവരുടെ ഇമോഷൻ എന്താണെന്നുള്ളത് ഇവർ കണ്ടുപഠിക്കുക, ഇവരെയൊക്കെ കണ്ടുപഠിക്കുക. അഭിലാഷിൻ്റെ ഗെയിമിനെ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. അഭിലാഷിൻ്റെ ഗെയിം പേഴ്സണലി നല്ലൊരു ഗെയിമറാണ്. പക്ഷെ ഒരുപാട് ഫാൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം തഴയപ്പെട്ട നല്ലൊരു ഗെയിമർ. പലപ്പോഴും അഭിലാഷിൻ്റെ ഗെയിം എനിക്ക് വാവ് എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എന്താ അഭിലാഷിനെ കളിക്കണേ എന്നും തോന്നിയിട്ടുണ്ട്. ആ തോന്നൽ എന്താണെങ്കിലും അത് നമ്മളിവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലി എനിക്കിഷ്ടമാണ്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ് ആള്. ഗെയിമിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷേ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരു മനുഷ്യൻ. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷ വാർത്ത വരുമ്പോൾ അത് കാത്തിരുന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടാവട്ടെ. എൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും നല്ലത് വരട്ടെ. ഇവരുടെ ഇമോഷൻസ് ഞാൻ മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്തതല്ല. ആരുടെ ഇമോഷൻസും മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പാടില്ല. പക്ഷെ ഒരു അമ്മയാകാൻ പോകുന്നതിൻ്റെ കാത്തിരിപ്പിൻ്റെ ആ ഒരു അത്രയും ഉള്ളിൽ തട്ടിയുള്ള ഒരു ആഗ്രഹമാണ് ശ്രീകുട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. അഭിലാഷ് പറഞ്ഞ് കേട്ട ഓർമ്മ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ശ്രീകുട്ടിയുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം, ആ ഒരു വിഷമം, ഇത്ര നാൾ അനുഭവിച്ച വിഷമം, ഇതേപോലെ കുട്ടികളുണ്ടാവും തന്നെ കുത്തി നോവിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊരു സന്തോഷമാണ് അതൊക്കെ.
കുട്ടികളായില്ലേ, കുട്ടികളെപ്പോൾ എന്താണ് പ്രശ്നം, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരും ഇപ്പോഴും ഉണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് വന്നതിൻ്റെ സങ്കടമൊക്കെ അവർക്ക് ഉണ്ടാകും. എന്നാൽ അതെല്ലാം മാറി അമ്മയാകാൻ പോകുന്നു അല്ലെങ്കിൽ അച്ഛനാകാൻ പോകുന്നു എന്ന് പറയുന്നവരുടെ മുഖത്ത് സന്തോഷമുണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു അച്ഛനും അമ്മയും ആകാൻ ആഗ്രഹിച്ച കപ്പിളിൻ്റെ ഇമോഷൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ സന്തോഷം അല്ലെങ്കിൽ കാത്തിരിപ്പ് എന്താണെന്നുള്ളതിൻ്റെ എക്സാക്ട് പിക്ചർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജാസി എന്ന് പറയുന്നത് അതല്ല കേട്ടോ, എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയുള്ളതാണ്. അതും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്യാനുള്ള യോഗ്യത ജാസിക്കില്ല. എങ്കിൽ പോലും എനിക്കത് ഇതും അതുമായിട്ടൊന്ന് പറയണം തോന്നി. എന്തായാലും ജാസിയുടെ പൊളിഞ്ഞു, എല്ലാ കള്ളത്തരം പൊളിഞ്ഞു, സർജറി ചെയ്തതും എല്ലാം പൊളിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി ഇതുപോലെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇങ്ങനെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്നുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എത്ര ദിവസം എടുക്കും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ജാസി ചുമ്മാ നമ്മളെ പറ്റിക്കുകയാണേ, നമ്മളെ ചുമ്മാ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അത് ആ വഴിക്ക് നടക്കട്ടെ, അതും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല ഞാനിനി. ആളുടെ ഒരു സന്തോഷം നമ്മളിൽ അറിയിച്ചു, നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും